ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കി അമേരിക്ക രംഗത്താം. ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായാണ് അഭ്യൂഹങ്ങൾ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പിടികൂടാൻ നേരത്തെ നിയോഗിക്കപ്പെട്ടിരുന്ന അതേ US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ ഇപ്പോൾ തെഹ്റാന് സമീപം തമ്പടിച്ചിരിക്കുന്നുവെന്നതാണ് സൂചനകൾ. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5, C-17 വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കറുകളും മധ്യേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. US പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മിഡിൽ ഈസ്റ്റിൽ കമാൻഡോകളെ വിന്യസിച്ചത് ഇറാനിൽ സുരക്ഷാ വൃത്തങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലുമായോ അമേരിക്കയുമായോ യുദ്ധം ചെയ്യാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു. വാഷിംഗ്ടണിന്റെ അജ്ഞാപനത്തിന് പകരം പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് യുഎസുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെനസ്വേലയ്ക്ക് ശേഷം ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇറാൻ പ്രസിഡന്റിനെയാണ് എന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പ്രൊഫസർ ജെഫ്രി സെക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പുതുവത്സരാഘോഷ വേളയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മാറേലാഖോയിൽ ട്രംപിനെ കണ്ടുമുട്ടിയതായും ഇറാനാണ് അടുത്ത ലക്ഷ്യമെന്ന സൂചന നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച മുതൽ ഇറാനിലെ 31 പ്രവിശ്യകളിലായി 348 സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ വ്യാപിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 2200 അറസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളോ അറസ്റ്റ് കണക്കുകളോ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. വ്യാഴാഴ്ച തലസ്ഥാനമായ ടെഹ്റാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ സർക്കാർ രാജ്യത്തുടനീളം ഇന്റർനെറ്റും ടെലിഫോൺ ലൈനുകളും വിച്ഛേദിച്ചു. പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താക്കീത് നൽകിയിരുന്നു. ഇടപെട്ടാൽ മാരകമായി തിരിച്ചടിക്കും എന്നതായിരുന്നു ഇറാന്റെ പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയത്. പ്രക്ഷോഭകരും സുരക്ഷാ വിഭാഗവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. രാജ്യത്തെ സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധിയിലായതിനെ തുടർന്ന് പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാണ്. ഇതാണ് തെരുവിലിറങ്ങാൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. തെഹ്റാന് 300 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ലോറിസ്ഥാൻ പ്രവിശ്യയിലെ അസ്ന മേഖലയിലാണ് പ്രക്ഷോഭങ്ങൾ രൂക്ഷമായത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രക്ഷോഭം നടക്കുന്നതിനിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും ഇറാനികളോട് ഐക്യം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ചില കലാപകാരികൾ പൊതുമുതലുകൾക്ക് കേടുപാട് വരുത്തുന്നതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ട്രംപിനോട് അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഖമേനി ആവശ്യപ്പെട്ടു. ഇസ്ലാമിക റിപ്പബ്ലിക് അധികാരത്തിലെത്തിയത് ആദരണീയരായ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തത്തിലാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും അത് അട്ടിമറിക്കാർക്ക് മുന്നിൽ പരാജയപ്പെടില്ല എന്നും ഖമേനി പറഞ്ഞു. ടെഹ്റാനിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം പ്രക്ഷോഭകാരികളിൽ ട്രംപിനെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നതെന്ന് വിമർശനവും ഉന്നയിച്ചു. അദ്ദേഹത്തിന് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നറിയാമെങ്കിൽ അദ്ദേഹം സ്വന്തം രാജ്യം നന്നായി ഭരിക്കുമായിരുന്നു എന്നും ഖമേനി കൂട്ടിച്ചേർത്തു. USൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നതിൽ ഇറാൻ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമായി നേരത്തെ ട്രംപ് രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്ന പക്ഷം ഇറാനെതിരെ താൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയ സാമ്രാജ്യത്വ ഭീകരതയ്ക്ക് പിന്നിലെ വെനസ്വേലയുടെ ഭരണത്തിൽ രാഷ്ട്രീയ ഇടപെടലിനുള്ള സാധ്യതകൾ തേടി അമേരിക്ക രംഗത്തെത്തി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അജ്ഞതകൾ തൃണവൽഗണിച്ച ഭരണവുമായി മുന്നേറുകയാണ് സെൽസി റോഡ്രിഗസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ. US ആക്രമണത്തിൽ 100 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി ഡിയോസ്ഡാഡോ കാബല്ലോ സ്ഥിരീകരിച്ചു. വെനസ്വേലൻ എണ്ണ വിൽപ്പന അമേരിക്ക അനിശ്ചിതമായി നിയന്ത്രിക്കും എന്നാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ ഭീഷണി. 5 കോടി ബാരൽ എണ്ണ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. US അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകുകയും സഖ്യകക്ഷികളിൽ നിന്ന് ക്രമേണ പിന്തിരിയുകയും ചെയ്യുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.